ഹലോ ഗായ്സ്, ഞങ്ങളിപ്പം തോന്നി ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചാൽ തോന്നി ബീച്ചിലേക്ക് പോയേക്കാന്ന്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഒരു ഓട്ടോയും പിടിച്ച് തോന്നി ബീച്ചിൽ താന്നി ബീച്ചിലോട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി പോയപ്പോൾ കൂടത്തിൽ കുറേ കഥകളും സുരഭിയുടെയും റിനിയുടെയും കൃഷ്ണയുടെയും കുറേ കഥകളും കേട്ട് ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് താന്നി ബീച്ചിൽ. താന്നി ബീച്ച് എത്തിയപ്പോഴാണ് വളരെ മനോഹരമായ ഈ വ്യൂ ഞങ്ങൾ കണ്ടത്. അപ്പുറത്ത് കടലും ഇപ്പുറത്ത് കായലും. അങ്ങനെ ബ്രിനി വീട്ടിൽ പോകുന്ന വഴിക്കാണ് ഈ ബീച്ച്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയും, ചേച്ചി നമുക്കവിടെ പോകാം. അങ്ങനെ ഞങ്ങൾ ശരി എന്നാൽ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. വല്ലപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് അങ്ങനെ ഞങ്ങളങ്ങനെ ചെന്നപ്പോഴാണ് അതിമനോഹരമായ വ്യൂ. നിങ്ങളൊക്കെ കണ്ടിട്ട് മടുത്തേക്കായിരിക്കും, പക്ഷെ നമ്മൾ ഇതാദ്യമായിട്ട് കാണുവാണ്. സോ ഞങ്ങളിതൊക്കെ കണ്ട് അങ്ങനെ അപ്പം എന്താ ഞങ്ങൾ ഓട്ടോയ്ക്ക് പോയ പുള്ളിക്കാരൻ 200 രൂപയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 200 രൂപ പറഞ്ഞിരുന്നതും കറക്റ്റ് പുള്ളിക്കാരൻ 200 രൂപയുടെ ഓട്ടം വരെ പുള്ളി പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് അങ്ങേരിതാ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് മന്ദം തോണ്ടി നടന്ന് അങ്ങേ അറ്റത്തോട്ടിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കടൽ കണ്ടപ്പം എന്ത് മനോഹരം, നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കൊല്ലം ബീച്ചിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ കൊല്ലം ബീച്ച് എന്ന് പറയുമ്പം 2 തൊട്ടൊക്കെ പോയി ബോറാണ്. പക്ഷേ ഈ ബീച്ച് അങ്ങനെയല്ല കേട്ടോ. ഇത് നല്ല പ്രകൃതി രമണീയതയുള്ള പച്ചപ്പും ഹരിതാപകരവും ഒക്കെയുള്ള ഒരു നല്ല ബീച്ചായിരുന്നു. സോ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പതുക്കെ ആ കാണുന്ന വഴി കൂടെ മുന്നോട്ട് പോയി. കൃഷ്ണ ഓട്ടോക്കാരോട് ഓരോ വഴക്കുണ്ടാക്കാൻ നോക്കി. പിന്നെ ഞങ്ങളുടെ ചാനലില്ലാത്ത വ്ലോഗിന് അവൾ ഇൻട്രൊഡക്ഷനൊക്കെ പറയാൻ വേണ്ടി നോക്കിയതാണിത്. പക്ഷെ പറ്റിയില്ല ഗൈസ്, അത് ചീറ്റിപ്പോയി. പിന്നെ ഞങ്ങൾ ചെറിയ ഫോട്ടോസ്, സെൽഫീസ്, വീഡിയോസ് ഇതാ ഞാനാട്ടോ. ഇപ്പുറത്ത് ബ്രിനിയുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പിച്ച് വെച്ച് മുമ്പിലോട്ട് പോകണം. അപ്പോൾ സുരഭിക്ക് നെല്ലിക്ക ഉപ്പിലിട്ടാൽ തിന്നണം. അങ്ങനെ ഞങ്ങൾ നെല്ലിക്കയും തപ്പി അവിടെ ഇങ്ങനെ പോവുകയാണ്. നോക്കുന്ന ഒരു പുള്ളിക്കാരൻ അത് സുരഭിയെ നോക്കുവാണോ അതോ കൃഷ്ണനെ നോക്കിയതാണോ മനസ്സിലായില്ല. പിന്നെ ക്യാമറ ഫോണിൻ്റെ കയ്യിലോട്ട് കിട്ടി. പിന്നെ ഞങ്ങൾ കുറച്ച് കത്തിയൊക്കെ അടിച്ചു. അപ്പം നോക്കിയപ്പോൾ എന്താ നല്ല മഴക്കാറ്. അപ്പം കൃഷ്ണയ്ക്ക് വീട്ടിൽ പോകണം. ഞങ്ങൾ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. വീട്ടിൽ പോകേണ്ടതുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ വീട്ടിൽ അമ്മയെ ഫോൺ വിളിച്ചുകൊണ്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്തോ കള്ളത്തരം പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇവിടെ വന്നത്, വേറെ കാര്യം. അങ്ങനെ നല്ല മഴക്കാറൊക്കെ ആയിട്ട് ഇറ്റ്സ് എ നൈസ് വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കാണാനും. ഇത്രയും നല്ല ഭംഗിയുള്ള ഇത് ക്ലൈമറ്റും ആ സ്ഥലവും തെങ്ങും തോപ്പും സംഭവങ്ങളെല്ലാം ഞങ്ങൾ സെൽഫി എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ വണ്ടിയൊന്നും ഇല്ല, നമുക്ക് ഓട്ടോയൊക്കെ ഏതാണ്ട് ഒരു മുക്കിന് പോയി നിന്നാലേ ബസ്സൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം വഴി കൂടെ എങ്ങനെയെങ്കിലും 1 കിലോമീറ്റർ നടന്ന് മുക്ക് വരെ പോകണ്ടേന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കുന്നു, ബ്രിനിയുടെ സുരഭിയും പാട്ട് പാടുന്നു. അങ്ങനെ ഞങ്ങൾ തിത്തി അങ്ങോട്ട് പോവാ. കൃഷ്ണ ഏതാണ്ടൊക്കെ പറയുന്നൊക്കെയുണ്ട്, ഒന്നും മനസ്സിലാകുന്നൊന്നുമില്ല. കൃഷ്ണയുടെ താടിയുടെ ഇലയിൽ ഏത് സ്കൂട്ടിയിൽ നിന്ന് എവിടെയും കണ്ട് പോയി ഇടിച്ച് വീട് കീറലായിട്ടാണ്. ഒരാഴ്ചയും കണ്ടായി ഇതുവരെ എടുത്തിട്ടില്ല. ഇതവിടെ ഒട്ടിപ്പോവോ എന്തോ. ബ്രവി എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണ് അതിൻ്റെ ഇടയ്ക്ക് എന്നെയും കാണിച്ചു. കൃഷ്ണയ്ക്ക് ദേഷ്യം വന്നു, ഞങ്ങളാരും വീഡിയോ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ചാനലില്ലാത്ത വ്ലോഗിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു താന്നി ബീച്ച് ഞങ്ങളൊരു വ്ലോഗ് എടുത്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണ എവിടെ എത്തി. പിന്നെ ഇതൊക്കെ തന്നെ, നിങ്ങളിത് ബോറടിക്കും. കുറേ നോക്കി ബ്രിനിക്കപ്പം ഭയങ്കര സന്തോഷം. അതിനിടയ്ക്ക് അപ്പം പെട്ടെന്നൊരു മഴ പെയ്തു. പിന്നെ ഞങ്ങൾ ചാടി
ചാടി ഒരു ഓട്ടോയിൽ കയറി. അങ്ങനെ അപ്പാപ്പ ഞങ്ങളെ കൊണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ കൂടെ പോയി. അപ്പോൾ ഗ്രൗണ്ടിൽ കൂടെ പോയപ്പം അവർക്ക് റീൽസ് എടുക്കണം. അപ്പം ഞാൻ ചെറിയ റീൽസ് എടുത്ത് കൊടുത്തു. അങ്ങനെ അവർ ആ വെള്ളത്തിൽ തത്തിക്കളിച്ച് ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ഹോസ്റ്റലെത്തി. ഗുഡ് നൈറ്റ്.